ഇസ്രായേലിനെതിരെ ഇറാഖും യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. ശക്തമായിരിക്കുന്ന ആക്രമണം കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കിടയിൽ ഇസ്രായേലിനെതിരെ നടത്തുന്നത് മുഴുവനും കൃത്യമായിരിക്കുന്ന ഫലം കാണുന്നു. ആദ്യത്തെ അക്രമത്തിൽ 2 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതും 2 അതിൽ കൂടുതലോ പേർക്ക് പരിക്കേറ്റ വിവരമാണ് പുറത്തു വന്നത്. പിന്നീട് ഒരുപാട് മേഖലയിലേക്ക് അക്രമം വ്യാപിച്ചു. ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണമാണ് നടക്കുന്നത്. പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല. അങ്ങനെ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം കൂടി ഇസ്രായേലിനെതിരെ പരസ്യമായിരിക്കുന്ന യുദ്ധമുഖം തുറന്നതായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മേഖല മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധം വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ആദ്യത്തെ തന്ത്രങ്ങളൊക്കെ പരാജയപ്പെട്ടിരിക്കുകയാണ്. അത് ഹമാസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാലസ്തീന്റെ മേഖലയിലെ ഹമാസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും ഹമാസ് ഇല്ല. ഗസയിലെ 21 ലക്ഷത്തോളമുള്ള പാലസ്തീനികളിൽ വളരെ ചുരുങ്ങിയ ഒരു ന്യൂനപക്ഷ വിഭാഗമാണ് ഹമാസ് എന്ന് പറയുന്ന ഗസയിലെ പോരാളികൾ എന്ന് വിളിക്കപ്പെടുന്നവർ. അത് 10,000 മുതൽ 30,000 വരെ എന്നും 10,000 മുതൽ 70,000 വരെ എന്നുമുള്ള 2 കണക്ക് ഇസ്രായേലിന്റെ കൈവശത്തിൽ തന്നെയുണ്ട്. ഈ ഒരു വിഭാഗത്തെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി രാജ്യങ്ങളിൽ ഒന്നായിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. അതുകൊണ്ട് തന്നെ അവർ ആദ്യ യുദ്ധ ആരംഭത്തോടു കൂടി തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ വല്ലാതൊന്നും കഴിയാതെ മണിക്കൂറുകൾ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി കൂട്ടി പറയുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കകം ഈ യുദ്ധത്തിന് വിരാമം ഉണ്ടാവും. എന്ന് വെച്ചാൽ യുദ്ധം തുടങ്ങിയത് ഹമാസാണ്, യുദ്ധം അവസാനിപ്പിക്കുന്ന തങ്ങളായിരിക്കും, തങ്ങൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം നേടിയിരിക്കും. ഇതൊരു നിസ്സാര ആക്രമണമല്ല, ഇത് യുദ്ധം തന്നെയാണ്. അതിനുള്ള പ്രതിരോധം എന്ന് പറഞ്ഞാൽ യുദ്ധം തന്നെയാകുന്നു. തീർച്ചയായിട്ടും തങ്ങളുടെ ലക്ഷ്യം തങ്ങൾ കാണും. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ മോചിപ്പിക്കുക, അവരുടെ സൈനിക മേഖല തകർക്കുക, ആയുധ സംഭരണ ശേഖരം ഇല്ലാതാക്കുക, ഇനി ഒരു ഒക്ടോബർ 7 ഇല്ലാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരു 4-5 നിർദ്ദേശങ്ങൾ ലോകസമക്ഷം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞതാണ്. ഒന്നും ഫലിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒക്ടോബർ 7 പൂർത്തിയാക്കുന്ന എന്ന് വെച്ചാൽ ഒരു വർഷം പൂർത്തിയാക്കുന്ന ഇന്നത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ലക്ഷ്യം കൈവരിക്കാത്ത ഏറ്റവും ദുർഘടവും സുദീർഘവുമായിരിക്കുന്ന യുദ്ധത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത്. ഇത്തരം ഒരു വൈകിയിരിക്കുന്ന ഇത്തരം വലിയ രീതിയിൽ ദിവസങ്ങൾ നീണ്ടുനിന്ന, അല്ലെങ്കിൽ ഒരു വർഷത്തോളം നീണ്ടുന്ന ഒരു യുദ്ധം സമാന കാലത്തൊന്നും ഇസ്രായേൽ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. അവർ ഏതൊരു രാജ്യത്തെ പ്രതിരോധിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നാലും വല്ലാതെ വൈകാതെ ആധിപത്യമുണ്ടാക്കി വിജയമുണ്ടാക്കി മടങ്ങിയെത്തുന്ന സംവിധാനമാണ് സാധാരണഗതിയിൽ ഇസ്രായേലിലേക്ക് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ ഹമാസിൽ തുടങ്ങിയിരിക്കുന്ന യുദ്ധം അങ്ങനെ ലെബനാനിലേക്കും പിന്നീട് ഇറാഖിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ഇനി ഇറാഖിനെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് സദ്ദാം ഹുസൈന്റെ ഭരണം അവിടെ അട്ടിമറിയപ്പെട്ടു. സദ്ദാം ഹുസൈൻ തൂക്കിലേറ്റി. പുതിയൊരു ഭരണ സംവിധാനം ഇറാഖിൽ വന്നതോടുകൂടി ഏറെക്കുറെ അമേരിക്കക്ക് സപ്പോർട്ടുള്ള, അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ സൃഷ്ടിക്കാൻ വേണ്ടി അവിടെ അമേരിക്കക്ക് സാധിച്ചു. എന്നാൽ വല്ലാതൊന്നും കഴിയുന്നതിന് മുൻപ് തന്നെ അമേരിക്കയുമായി നല്ലൊരു ബന്ധത്തിലല്ലാതെ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം ഉടക്കിയിട്ടാണ് പിന്നീട് ഇറാഖിന്റെ പ്രസിഡന്റ് ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും ഭരണ സംവിധാനം പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഇനി ഈ അമേരിക്കയുടെ സൈനിക സംവിധാനം ഇറാഖിൽ ആവശ്യമില്ല എന്ന് ജനങ്ങൾ തന്നെ, അവിടുത്തെ പൗരന്മാർ തന്നെ പറഞ്ഞതോടനുബന്ധിച്ച് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അമേരിക്കയുടെ സൈനിക മേഖലക്കെതിരെയും സൈന്യത്തിനെതിരെയും ഉണ്ടായി. അത് 2-3 കാരണങ്ങളുണ്ട്. അതിലൊന്ന്, അവർ ഇറാനെ ആക്രമിച്ചു എന്നുള്ളതാണ്. ഇറാഖിന്റെ എയർബേസിനെ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ബാഗ്ദാദിൽ അവരുടെ പ്രത്യേകമായിരിക്കുന്ന എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ഇറാനെ 2-ലധികം പ്രാവശ്യം ആക്രമിച്ചു. ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് അവിടെയും 2 വിഷയങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഇറാഖിൽ ഏറ്റവും കൂടുതലുള്ളത് ഷിയ വിഭാഗമാണ്. ഇറാനിൽ 90-95% ഷിയാക്കളുള്ള സമയത്ത് ഇറാഖിൽ ഏകദേശം 60% അതിൽ കൂടുതൽ, അവിടെയുള്ള നിലവിലുള്ള ജനസംഖ്യയുടെ പകുതിയിലധികവും ഷിയാക്കളാണ്. ഇറാനും ഇറാഖും തമ്മിൽ വലിയ രീതിയിൽ ഷിയ വിഭാഗം എന്ന നിലക്ക് വലിയ രീതിയിലുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളുമുണ്ട്. 1980 ആ കാലഘട്ടത്തിൽ ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടന്നപ്പോൾ ആയത്തുള്ള ഖുമേനി അവിടെ നിന്ന് രക്ഷപ്പെട്ട് അഭയം തേടിയത്
ഇറാഖിലെ ഷിയ വിഭാഗങ്ങളുടെ അടുത്തായിരുന്നു. പിന്നീട് കുറച്ചു കാലം അദ്ദേഹം അവിടെയാണ് താമസിച്ചത്. ഇറാഖും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്തും ഏറെക്കുറെ അവിടുത്തെ ഷിയാക്കൾ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് വല്ലാത്തൊരു വിജയം ഉണ്ടാക്കാൻ വേണ്ടി സദ്ദാം ഹുസൈൻ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഇറാഖ് സർക്കാർ ഇസ്രായേൽ എന്ന് പറയുന്ന വിഭാഗവുമായിട്ട് അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല. സൈനിക വിഭാഗം, ഗവൺമെന്റ് സൈനിക വിഭാഗം യുദ്ധത്തിലില്ല എന്നുള്ളത് കൃത്യമാണ്. അതിപ്പോൾ നമ്മൾ ലെബനാനെ നോക്കിയാലും അവിടുത്തെ ഗവൺമെന്റ് സൈനിക ട്രൂപ്പ് ഈ യുദ്ധത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ പറ്റൂ. അതൊരു വ്യക്തത ഇല്ലാത്തൊരു കാര്യമാണ്. യമനിലെ ഹൂത്തികൾ ആക്രമിക്കുന്നു, എന്നാൽ യമനിലെ ഗവൺമെന്റ് സൈന്യം ഹൂത്തികൾക്കൊപ്പം ചേർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. പിന്നീട് ഒരു യുദ്ധം ചെയ്ത ഫലസ്തീനാണെങ്കിൽ ഫലസ്തീനിലെ സൈനിക വിഭാഗം യഥാർത്ഥത്തിൽ റാമല്ലെ കേന്ദ്രീകരിച്ചുകൊണ്ട് വെസ്റ്റ് ബാങ്കിലാണുള്ളത്. വെസ്റ്റ് ബാങ്കിലുള്ള സൈനിക വിഭാഗം ഇസ്രായേലിനെതിരെ പരസ്യമായിരിക്കുന്ന യുദ്ധത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഗസയിലുള്ള ഹമാസിന്റെ ആളുകളാണ് യുദ്ധം ചെയ്യുന്നത്. മാത്രമല്ല വെസ്റ്റ് ബാങ്കിൽ അവിടെ ഇപ്പോൾ സൈനിക ട്രൂപ്പ് എന്ന് പറയുന്ന സമയത്ത് ആളുകളുണ്ട് എന്നല്ലാതെ അവരുടെ കയ്യിൽ ആയുധങ്ങളോ സംവിധാനമോ കാര്യങ്ങളോ ഇല്ല. പിന്നെ അങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റില്ല. ആയുധങ്ങൾ കൊടുക്കണമെങ്കിൽ ആദ്യം ഇസ്രായേൽ കൊടുക്കണം. ഇസ്രായേൽ ഒരിക്കലും അവർക്ക് ആയുധം കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. രാജ്യത്തിന്റെ അകത്തുള്ള രാജ്യം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്തുള്ള രാജ്യമായിട്ടാണ് ഫലസ്തീനെ ഇസ്രായേൽ കാണുന്നത്. അത് അല്ല, ഞങ്ങൾ വേറെ രാജ്യം തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു യുദ്ധമാണ് ഇപ്പം നടക്കുന്നത്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇറാനിലെ മലീഷ്യ വിഭാഗം, ഇറാനിലെ ഷിയ വിഭാഗത്തിന്റെ മലീഷ്യ വിഭാഗം വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഇറാഖിൽ. അപ്പൊ ഷിയാക്കൾക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഇറാന് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള അക്രമം ചെയ്യാനും അവർക്ക് മടിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇവർക്ക് അതിനനുസരിച്ചുള്ള സൈനിക ആയുധ സാമ്പത്തിക സഹായം എല്ലാ കാലത്തും ഇറാൻ ചെയ്തു വരുന്നുണ്ട്. യുദ്ധത്തിന്റെ ആരംഭം ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധത്തോടനുബന്ധിച്ച് ഇറാഖ് യുദ്ധത്തിൽ ഇടപെട്ടിട്ടൊന്നുമില്ല. ഈ അടുത്ത കാലത്താണ് ഇറാഖിൽ നിന്ന് ഒരു അക്രമം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നത്. അത് ഏകദേശം ഒരു 2-3 മാസം മുമ്പ്. പിന്നീട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, അതിനു മുൻപ് ഉണ്ടായിട്ട് അതിന് ശേഷം ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ ആക്രമണം നടത്തിയ 2 ദിവസം മുമ്പാണ്. അത് ശക്തമായിരിക്കുന്ന തുടർ ആക്രമണങ്ങളാണ്. അപ്പൊ ഇതിൽ ഇറാഖി ഗവൺമെന്റ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഭരിക്കുന്നത് ഷിയ വിഭാഗമാണ്. അവിടുത്തെ പ്രധാനമന്ത്രിയും അവിടുത്തെ പ്രസിഡന്റും ബന്ധപ്പെട്ട ഒരു സൈനിക വിഭാഗങ്ങളൊക്കെ ഷിയ മലീഷ്യകളുമായിട്ട് അല്ലെ ഷിയ വിഭാഗമാണ് എന്നതിനാൽ ഈ വിഭാഗവും ഷിയ വിഭാഗമാണ്. മലീഷ്യ വിഭാഗം എന്ന് പറയുന്നത് ഇറാന്റെ ഷിയ വിഭാഗമായതുകൊണ്ട് അതിനെ എതിർക്കാൻ നിലവിലെ സാഹചര്യത്തിൽ അവിടുത്തെ ഗവൺമെന്റിന് ധൈര്യക്കുറവുണ്ട്. അവർക്ക് അല്ലെങ്കിൽ അവരതിന് സപ്പോർട്ടാണ്. ഇതിൽ രണ്ടാലൊന്നും അവിടെ നടക്കുന്നുണ്ട്. കാര്യം എന്ന് പറയുന്നത് ഇറാനെ ഉടക്കിക്കൊണ്ട് ഷിയ വിഭാഗത്തെ ഉടക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അവർ നല്ലൊരു സൗഹൃദ ബന്ധത്തിലൂടെയാണ് നീങ്ങുന്നത് എന്നതിനാൽ മുഖ്യ ശത്രു ഇസ്രായേൽ ആയതുകൊണ്ട് ഇവിടെ നിന്നുള്ള ഒരു ആക്രമണം സ്വാഭാവികപരമായ രീതിയിൽ അങ്ങോട്ട് ഉണ്ടാവുന്നതിനെ കണ്ണും പൂട്ടി കണ്ടിരിക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഏതുപോലെ നമ്മൾ ലെബനാനിലെ എങ്ങനെയാണോ അതുപോലെ ഈ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അവിടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ മൗനം പാലിക്കുന്നു. യമനിലെ സ്ഥിതി അങ്ങനെയാണ്, ലെബനാനിലെ സ്ഥിതി അങ്ങനെയാണ്, ഇറാഖിന്റെ സ്ഥിതി അങ്ങനെയാണ്. പിന്നീട് ഷിയാക്കൾ കൂടുതലുള്ള സ്ഥലം എന്ന് പറയുന്നത് ബഹ്റൈനിലാണ്. ബഹ്റൈനിൽ നിന്നും ഷിയ വിഭാഗത്തിന്റെ അക്രമം ഒരു പ്രാവശ്യം ഇസ്രായേൽ നേരെ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ തിരിച്ചടിച്ചിട്ടില്ല. അവിടുത്തെ ഗവൺമെന്റ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുകയോ അതല്ലെങ്കിൽ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം യുദ്ധത്തിന്റെ സജീവ മുഖത്തേക്ക് ഇറാഖ് കയറിയിരിക്കുന്നു. അവർ യുദ്ധത്തിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നു. അങ്ങനെ സർവ്വ മേഖലയും ഒരേ സമയത്ത് ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ചുറ്റുഭാഗമുള്ള അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ തുല്യ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ ഉദ്ദേശിക്കുന്നത്. അത് ഏറെക്കുറെ വിജയിച്ചിരിക്കുകയാണ്. അപ്പൊ ഇറാഖ് ഈ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതോടുകൂടി ലെബനാനിൽ നിന്നും ഇറാഖിൽ നിന്നും യമനിൽ നിന്നും ഇനി ഇറാൻ ഡയറക്റ്റ് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഫലസ്തീനിൽ നിന്നും തുല്യ രീതിയിൽ അക്രമം വരുന്ന സമയത്ത് ഇതിനെ എല്ലാത്തിനെയും പ്രതിരോധിക്കാൻ വേണ്ടി ഒരിക്കലും ഇസ്രായേൽ സാധിക്കില്ല എന്ന് ഉറപ്പാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഭയപ്പാടിലാണ്. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ലോകത്തെ സാമ്പത്തിക മേഖലയെ നിയന്ത്രിക്കുന്ന എന്ന് വെച്ചാൽ 30% ലോകത്താകമാനമുള്ള സമ്പത്തിന്റെ 30% നിയന്ത്രിക്കപ്പെടുന്നത് മിഡിൽ ഈസ്റ്റിലെ
മുസ്ലിം രാജ്യങ്ങളുടെ സമ്പത്ത് കൊണ്ടാണ്. അത് പെട്രോളിയം ആണെങ്കിലും സ്വർണമാണെങ്കിലും മറ്റെന്തെങ്കിലും കനികളാണെങ്കിലും ഒക്കെ ഈ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഈ മേഖലയിലുള്ള കൺട്രോള് അമേരിക്കക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ലോകത്താകമാനമുള്ള സാമ്പത്തിക മേൽക്കോയ്മയിൽ നിന്ന് അമേരിക്ക പുറത്താകും എന്ന കാര്യം സംശയമില്ല. ലോക ബാങ്ക് വരെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ലോക ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന പണത്തിന്റെ 30% മുതൽ 45% വരെ അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചാണ്. അത് ഗവൺമെന്റ് മാത്രമല്ല, വ്യവസായികളും സമ്പന്നരും വ്യക്തികളും മുഴുവനും ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു സാമ്പത്തിക ഉറവിടമാണ്. വലിയ രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കക്ക് പ്രാപ്തി നൽകുന്നത് യഥാർത്ഥ ലോക ബാങ്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്ത് ആകമാനമുള്ള വിനിമയം നടക്കുന്നത് ഡോളറിലാണ്. ഏറ്റവും കൂടുതൽ പെട്രോളിയത്തിന്റെ വിനിമയങ്ങളൊക്കെ ഡോളറാണ്. ഈ അടുത്ത കാലത്താണ് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങൾ ഡോളർ ഇനി നിക്ഷേപം നടത്തില്ല എന്ന് പറയും. ഒന്നുകിൽ യൂറോയിലായിരിക്കും, അല്ലെങ്കിൽ അറേബ്യൻ കറൻസിയിലായിരിക്കും. ഈ രണ്ടെണ്ണത്തിൽ ചൈനയുടെ കറൻസി ഇപ്പൊ കയറി വന്നിട്ടുണ്ട്. അപ്പൊ അറബ് രാജ്യങ്ങൾ അവരുടെ കറൻസിയിൽ വിനിമയം നടത്തണം എന്നൊക്കെ പറയുന്ന ഒരു വിഷയങ്ങളൊക്കെ ഇതിനിടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് അമേരിക്ക മനസ്സിലാക്കുന്നത് തങ്ങളുടെ ഡോളറിനുള്ള മൂല്യത്തിന് ഇടിവ് പറ്റുന്നു, തങ്ങളെ തിരസ്കരിക്കപ്പെടുന്നു. അറേബ്യൻ മേഖലയിൽ നിന്ന് തങ്ങൾ ഒഴിവാകുന്ന സമയത്ത് തങ്ങളുടെ സാമ്പത്തിക മേഖലയെ സാരമായിട്ട് ബാധിക്കും. ലോക ബാങ്കിൽ നിന്ന് ഇറാഖ് യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ അറബികൾ പണം വിഡ്രോ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അത് തങ്ങളോടുള്ള വിശ്വാസ്യത കുറവായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അങ്ങനെ ലോകത്തിന്റെ മേലെയുള്ള അമേരിക്കയുടെ മേൽക്കോയ്മ നഷ്ടപ്പെടാൻ ഇത് വലിയ രീതിയിൽ പങ്കാളിത്തം വഹിക്കും എന്നൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ അമേരിക്കയുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക തിരിച്ചടിക്കാത്തത്. എന്തുകൊണ്ട് അമേരിക്ക തിരിച്ചടിക്കുന്നില്ല എന്നുള്ള പല കോണിൽ നിന്നും പല ചോദ്യങ്ങളൊക്കെ വന്നതാണ്. അതിന്റെ ഉത്തരങ്ങൾ ഇതാണ്. ഏറെക്കുറെ സമാധാനം ഉണ്ടാവണമെന്നൊക്കെ അമേരിക്കക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഇസ്രായേൽ പരാജയപ്പെട്ടാൽ അവിടെ അമേരിക്ക പരാജയപ്പെടും എന്ന ഒരു ഈഗോ വിഷയത്തിലാണ് യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നത്. അപ്പോൾ ഇറാഖിന്റെ രംഗപ്രവേശനമാണ് നമ്മൾ പറയുന്നത്. ആ രംഗപ്രവേശനം ചെയ്യുന്നതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള തലവേദന ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഇറാന് വലിയൊരു ആശ്വാസം ഉണ്ടാവും. കാര്യം എന്ന് പറയുന്നത് ആ രാജ്യം ഏറെക്കുറെ ഇറാനോടൊപ്പം ചേർന്ന് ഇപ്പൊ യുദ്ധം ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം തന്നെയാണ്. ഹമാസിൽ നിന്നും ഹിസ്ബുള്ള ഗ്രൂപ്പിൽ നിന്നും ഹൂത്തികളിൽ നിന്നൊക്കെ കൈവിട്ടുപോയി നേരിട്ട് കൊണ്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇറാൻ പ്രവേശിച്ചതോടുകൂടി യുദ്ധത്തിന്റെ രീതികൾക്കൊക്കെ വലിയ മാറ്റം വന്നു. അതുകൊണ്ട് തന്നെ ഇറാഖിന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഇറാഖ് ഉണ്ട് എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഏതായിരുന്നാലും ഈ യുദ്ധത്തിൽ ഒരിക്കലും ഇസ്രായേലിന് ആധിപത്യമുണ്ടായ ഒരു വിജയം ഉണ്ടാവുക അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല, ചരിത്രത്തിലെ ഏറ്റവും വലിയ ദയനീയമായിരിക്കുന്ന തോൽവിയാണ് ഇസ്രായേൽ കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിലും നമ്മൾക്ക് യാതൊരു സംശയവും ഇല്ല.